ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ED എന്ന് വെച്ചാൽ എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. സുരാജ് വെഞ്ഞാറമൂടാണ് കേന്ദ്ര കഥാപാത്രവും പ്രധാന കഥാപാത്രമൊക്കെ ഈ സിനിമയിൽ ചെയ്യുന്ന. ഒട്ടുമിക്ക താരങ്ങൾ വേറെയുണ്ട്. സിനിമ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു പെർഫോമൻസ് കേട്ടു സാധനം. അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം, പെർഫോമൻസ്, ആക്ടിങ് സ്കില്ലുകൾ, ഡയലോഗ് ഡെലിവറി, എക്സ്പ്രഷൻസ് ഇതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് തിരക്കഥ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അമീർ പള്ളിക്കൽ എന്നൊരാളാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഗംഭീര ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് വർക്ക്, മേക്കിങ് എല്ലാം കൊണ്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ബോറടി തോന്നിക്കത്തില്ല. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീക്വൻ ബൈ സീക്വലായിട്ട് തോന്നുമ്പോൾ നെക്സ്റ്റ് എന്താവും എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് നമ്മളിങ്ങനെ പോകും. സുരാജ് വെഞ്ഞാറമൂടിനോട് നമുക്ക് സഹതാപവും വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നുന്ന ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അമ്മാതിരി സൈക്കോ പെർഫോമൻസാണ് കാണിച്ചിരിക്കുന്നത്. ആ പെർഫോമൻസ് കാണിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്കില്ല് അത് വേറെ ലെവൽ തന്നെയാണ്. അദ്ദേഹം അറിഞ്ഞ് ചെയ്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്ടിങ് സ്കില്ലൊക്കെ ഇപ്പം കുറേ നാളായിട്ട് നമ്മളൊക്കെ പുറത്ത് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ വെച്ച് നോക്കുമ്പോൾ ഒരു വേറെ ലെവൽ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ള സുധീർ കരമന, അങ്ങനെ ഒട്ടുമിക്ക താരങ്ങൾ, ഗ്രേസ് ആൻ്റണി, നമ്മുടെ പ്രേമലൂല, ഒരു പയ്യൻ, ഇവരുടെയൊക്കെ ഒരു പ്രസൻസ് ഈ സിനിമയിൽ സൂപ്പറാണ്. പക്ഷേ ചിലയിടത്തേക്ക് എത്താൻ നേരത്തെ ഇവർക്കൊന്നും ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത, ആവശ്യമില്ലാത്ത സീക്വൻസ് ഇവരൊക്കെ പിടിച്ച് കുത്തിക്കേറ്റിനകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് അങ്ങനെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു മികച്ച ഒരു സൈക്കോ കോമഡി എൻ്റർടൈൻമെൻറ്റ് പടമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒരു 2 മണിക്കൂർ എൻജോയ് ചെയ്ത് ത്രില്ലടിച്ച് നല്ല ഒരു ബോറെടുത്ത് തോന്നാൻ കാണാൻ പറ്റിയൊരു സിനിമയാണ് ഈ ഒരു എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറഞ്ഞ ഈ സിനിമ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു എൻഗേജ്ഡ് ആയ ഒരു മലയാള സിനിമ കണ്ടത്. അതാണ് എക്സ്ട്രാ ഡീസൻറ്റ്. അതുകൊണ്ട് കാണാത്തതുണ്ടെങ്കിൽ എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഒരു ടൈം പാസ്സും ആവും, ഒരു എക്സ്പീരിയൻസും ആവും. ഒരു കിടു പെർഫോമൻസ് മൂവിയാണ് ഈ ഒരു ED എന്ന് പറഞ്ഞ മൂവി. ഇത്ര പറയാനുള്ളൂ.